ബിസ്മി ചൊല്ലൽ എവിടെയൊക്കെ സുന്നത്തുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എവിടെയൊക്കെ സുന്നത്തുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, വറവുമായി ബന്ധപ്പെട്ട ഒരു ഉരുവിനെ അറക്കുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠത ഉണ്ട് ആ ബിസ്മിക്ക് എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. കാരണം അറക്കുമ്പോൾ അത് ബിസ്മി പറയുമ്പോഴാണ് നമുക്കത് ഹലാലും, അത് ബിസ്മി ചെല്ലാതിരിക്കുമ്പോഴാണ് ഹറാമായി മാറുന്നത്. അപ്പോൾ അത് തന്നെ മതിയാകും ശ്രേഷ്ഠത. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ബിസ്മി ചെല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജമിനിക്ക് എത്രമാത്രം ഇതിനെപ്പറ്റി അറിയുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിവുണ്ടായിരിക്കണം, എന്നിട്ട് ജമിനോട് ചോദിക്കണം. ചിലപ്പോൾ ചില തെറ്റുകൾ ജമിനിക്ക് പറ്റാറുണ്ട്. ഓക്കെ, നമുക്ക് ചോദിക്കാം. എവിടെയെല്ലാം ബിസ്മില്ല ചെല്ലണം ഒന്ന് ചുരുക്കി പറയുമോ? തീർച്ചയായും ബിസ്മി ചൊല്ലേണ്ട പ്രധാന സന്ദർഭങ്ങൾ ഇവയാണ്. 1. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും. 2. വുളൂഅ് അംഗശുദ്ധി ചെയ്യുമ്പോൾ. 3. വീട്ടിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും. 4. വസ്ത്രം ധരിക്കുമ്പോഴും അഴിക്കുമ്പോഴും. 5. ശുചിമുറിയിൽ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ. 6. ഉറങ്ങാൻ കിടക്കുമ്പോൾ. 7. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ, ഉദാഹരണത്തിന് പഠനം, ജോലി. 8. വാഹനം ഉപയോഗിക്കുമ്പോൾ. 9. ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ. 10. മൃഗങ്ങളെ അറുക്കുമ്പോൾ. ഓരോ നല്ല പ്രവൃത്തിക്കും തുടക്കത്തിൽ ബിസ്മി ചെല്ലുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നേടാനും പിശാചിൽ നിന്ന് സംരക്ഷണം നേടാനും സഹായിക്കും. ഇപ്പോൾ ഇവിടെ ബാത്റൂമുമായി ബന്ധപ്പെട്ട് ബാത്റൂം കയറുമ്പോൾ എന്തിനാണ് നമ്മൾ ബിസ്മി പറയുന്നത്? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ബാത്റൂം കയറുമ്പോൾ ഓരോ ബിസ്മി ഞാനത് വിശദീകരിക്കാം. ബാത്റൂമുമായി ബന്ധപ്പെട്ട് ബാത്റൂം കയറുമ്പോൾ എന്തിനാണ് നമ്മൾ ബിസ്മി പറയുന്നത്? ബിസ്മില്ലാ അല്ലാഹുമ്മ ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നാണ് നമ്മളവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മളവിടെ അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മൾ വിവസ്ത്രരാകുകയാണ്, അവിടെ വസ്ത്രങ്ങൾ അയച്ചു മാറ്റുകയാണ്. അപ്പോൾ അവിടെ നമുക്കും പിശാചിനും ഇടയിൽ ഒരു മറയുണ്ടാകാൻ, പിശാച് നമ്മുടെ ഔറത്ത് കാണാതിരിക്കാൻ. അതുപോലെ വസ്ത്രം അയക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ ഒരുപാട് സമയം ബാത്റൂമിൽ ചിലപ്പോൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും പലരും പ്രവാസികളൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത്, പെട്ടെന്ന് പുറത്തു വരിക. അവിടെ പിശാചുക്കളുണ്ട്, പോരാത്തതിനും ബാക്ടീരിയയും ഫംഗസും വൈറസും പല സാധനങ്ങളുണ്ട്, പല ബാക്ടീരിയകൾ അവിടെ ഉണ്ട്, അണുക്കളുണ്ട്, അണുക്കളുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ അങ്ങാടിയും ഇതുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി നിൽക്കും. അങ്ങാടിയിൽ ഒരുപാട് സമയം പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്, ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്, ടൗണുകളാണ്. അപ്പോൾ ടൗണിൽ പോയാൽ ഒരുപാട് സമയം ചിലവഴിക്കാതെ പെട്ടെന്ന് തിരിച്ചു വരിക. അതുപോലെ ബാത്റൂമിലും ടൗണിൽ പോയാൽ ഡ്രസ്സ് എടുക്കാനോ പർച്ചേസിങ്ങിനോ സാധനം വാങ്ങാനോ പോയാൽ പെട്ടെന്ന് വരിക. ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കരുത്. അതുപോലെ വസ്ത്രം അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചെല്ലണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ. പ്രവാചകൻ പറഞ്ഞു, പാത്രങ്ങൾ അടച്ചു വെക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചെല്ലുക. അതുപോലെ തോൽപാത്രങ്ങൾ കെട്ടി വെക്കുക. പണ്ട് തോൽപാത്രങ്ങളായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കെട്ടി വെക്കുക, അല്ലാത്തത് മൂടി വെക്കുക. അപ്പോൾ അവിടെ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് മൂടി വെക്കുക. ഇനിയിപ്പോൾ മൂടി ഇല്ലെങ്കിൽ ഒരു ബടിയെങ്കിലും വെക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അതിന് ശ്രേഷ്ഠതയുണ്ട്. എന്തുകൊണ്ടാണ്? അതുപോലെ വാതിലുകൾ ജനലുകൾക്ക് അടച്ചിടുമ്പോൾ മരുവിൻ്റെ സമയത്ത് നിങ്ങൾ അത് അടച്ചിടുക. പുറത്തേക്ക് കുട്ടികളെ പിടിച്ചു വെക്കുക എന്നാണ് പറഞ്ഞാൽ. പലരും പരാതി പറയാറുണ്ട്. എന്ത് കുട്ടികൾക്ക് എപ്പോഴും കരച്ചിലാടാ, എപ്പോഴും പ്രശ്നമാടാ കുട്ടിക്ക്. എന്ത് കാണിച്ച പ്രശ്നമൊന്നുമില്ല കുട്ടിക്ക്, എന്നാലും രാത്രി ആകുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ മരുവിൻ്റെ സമയത്തൊക്കെ പിടിച്ചു വെക്കുക, പുറത്ത് വിടാതെ. ജനലും വാലൊക്കെ ബിസ്മി പറഞ്ഞ് അടക്കുക. വാതിൽ ഇതൊക്കെ അടച്ചിട്ട് കുട്ടികളെ പുറത്ത് വിടാതെ നിൽക്കുക. മരുവിൻ്റെ സമയത്ത്, സന്ധ്യാസമയത്ത്, മരുവിൻ്റെ ഇശാൻ്റെ ഇടയിൽ ആ സമയമുണ്ടല്ലോ അവിടെ. അതേപോലെ സൂറത്ത് ബക്കറ, സൂറത്ത് ആൽ ഇമ്രാനൊക്കെ പാരായണം ചെയ്യുന്ന വീടുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലുകയാണെങ്കിൽ അവിടെ പിശാചുക്കൾ ഉണ്ടാവുകയില്ല, പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല അവിടെ. അപ്പോൾ പിശാചുകൾ പരസ്പരം പറയും, ഇവിടെ നമുക്ക് ഇന്ന് താമസവും ഇല്ല ഭക്ഷണവും ഇല്ല എന്ന് പറയും. അവരോട് ഓടിപ്പോവും, വേറെ സ്ഥലത്ത് പോകും. അപ്പോൾ അതുപോലെ ഈ ചെറിയ സൂറത്തുകൾ അവൻ്റെ എത്ര ഭാഗം കഴിയുന്നോ അത്ര ഭാഗം നിങ്ങൾ പാരായണം ചെയ്യുന്ന ദിവസം വീടുകളിൽ. അപ്പോൾ അതും നല്ലൊരു സുന്നത്താണ്, നല്ലൊരു കാര്യമാണ്. അതേപോലെ നമുക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ബിസ്മില്ല ഔദു ബില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ ഹജദു വഹാദിർ. ചില റിവായത്തുകളിൽ 3 പ്രാവശ്യം എന്ന് കാണാം, ചിലതിൽ 1. അപ്പോൾ 1-3 പ്രാവശ്യം ആദ്യം ബിസ്മില്ല പറയും. ഇപ്പോൾ കൈവേദനയാണ്, അപ്പോൾ അവിടെ കൈവച്ചുകൊണ്ട് പിന്നെ ഔദു ബില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ ഹജദു വഹാദിർ എന്നുള്ള ദുആ പ്രാർത്ഥിക്കുക. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാം. അവിടെയും ബിസ്മില്ല പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെയും പ്രാർത്ഥനകൾ വേറെയുണ്ട്. നിങ്ങൾ ആ ചെറിയൊരു പുസ്തകം വാങ്ങുക, മാറി വായിക്കുക, പഠിക്കുക, അതിൻ്റെ മാറി ചെല്ലുക എന്നൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ എന്തിനാണ് ബിസ്മി പറയുന്നത്? അവിടെ എന്താ ബിസ്മില്ല പറഞ്ഞത്? ജമനി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന വജന്നിബിനി ശൈത്താന മാ റസഖ്നാ എന്ന പ്രാർത്ഥനയുണ്ട്, ദിക്റുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മാത്രമല്ല, അവിടെ ജനിക്കാൻ വരുന്ന കുട്ടി ജനിക്കാൻ പോവുകയാണ്. നമുക്ക് ആ ഒരു ബന്ധപ്പെട്ടിലൂടെ ചിലപ്പോൾ നമ്മൾ പല പ്രാവശ്യം നമുക്കറിയാം, ഏത് പ്രാവശ്യമാണെന്ന് നമുക്കറിയില്ല കുട്ടി ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഒരു പ്രാവശ്യം ബന്ധപ്പെടും, അതിലൂടെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവനും പിശാചിൽ നിന്നുള്ള സംരക്ഷണമായിരിക്കും അത്. അതുകൊണ്ടാണ്
അവിടെ ഈ ദിക്ർ നമ്മളെ പഠിപ്പിച്ചത്. അവിടെ നമുക്കും വേണ്ടിയുണ്ട്, പിശാചിൽ നിന്നുള്ള ഉപദ്രവം കുട്ടിയെ തടയുന്നതുമാണ്. ആ ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബ്നി ശൈത്താന മാ റസഖ്നാ എന്നുള്ള ആ ദിക്ർ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക, അത് ചെല്ലുക ആ ദിക്റുകൾ. അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അതൊക്കെ ചെല്ലുക, ബിസ്മില്ല ചെല്ലുക വാഹനത്തിൽ. അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ബിസ്മില്ലെങ്കിൽ നമ്മൾ ചെല്ലുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ കത്തുകൾ എഴുതുമ്പോൾ, ചിലപ്പോൾ നമ്മൾ കത്തുകൾ എഴുതുന്നില്ല, നമ്മൾ ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ കുറിക്കാറുണ്ട്, നല്ല നല്ല കുറിപ്പുകൾ കുറിക്കാറുണ്ട്. അപ്പോൾ അവിടെ ബിസ്മില്ല എന്നെഴുതിക്കൊണ്ട് നമ്മൾ കുറിക്കുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് ഖുർആനിൽ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അദ്ദേഹം കത്തെഴുതി ബൽക്കിസ് രാജ്ഞി കത്തെഴുതിയ കഥ സംഭവം. അപ്പോൾ അവിടെ അദ്ദേഹം ബിസ്മില്ല എന്ന് എഴുതിക്കൊണ്ടായിരുന്നു. അതുപോലെ ഉദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല എന്നെഴുതുകയും അവർ ശത്രുക്കൾ അങ്ങനെ, അത് ചരിത്രം ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ എഴുതുന്ന സമയത്ത് ബിസ്മില്ല എഴുതിയായി നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ ഓർമ്മയില്ലാതെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറുകയാണെങ്കിൽ, അതുപോലെ പുറത്ത് വരുമ്പോൾ ബിസ്മില്ല അല്ലാഹു മഫ്തലി അബാ റഹ്മത്തിക്ക എന്ന് പറയാം. പുറത്ത് വരുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക വ റഹ്മത്തിക എന്നുള്ള ദിക്ർ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ പള്ളിയിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം. നമ്മൾ കയറുന്ന സമയത്ത് പുറത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, വരുന്ന സമയത്ത് അകത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും, നമുക്ക് ഇന്ന സമയത്ത് അവിടെ കാണാൻ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ 10 പ്രാവശ്യം 20 പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കി വായിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനപ്പാടായി പോകും. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെയുള്ള പള്ളികളിൽ. അതുപോലെ നിസ്കാര ശേഷമുള്ള ദിക്റുകൾ വലിയ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, അവിടെ ഒരു പോസ്റ്ററാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു 2-3 മാസം ഇങ്ങനെ നോക്കി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മനപ്പാടാകും. നമ്മൾ അതിനായിട്ട് മനക്കെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും പ്രവാസികൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പള്ളിയിൽ നിന്ന് കീയുമ്പോൾ തന്നെ മൊബൈൽ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത്. പള്ളിയിൽ നിന്ന് തന്നെ മൊബൈൽ എടുക്കും, പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പേ എടുക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അങ്ങനെയല്ല, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതപ്പോൾ എപ്പോഴും പലതും നമ്മൾ കാണുന്നു, പക്ഷെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പോൾ തന്നെ ഒരുപാട് സമയം, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.